പി നായർ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് പോലെ ഉടൻ തന്നെ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും റെസിഗ്നേഷൻ ആവശ്യപ്പെടണം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ മൂവിലേക്ക് പോയിക്കൂടെ? പക്ഷേ GD പക്ഷി പറയുന്ന ആരാണ് അവിടെ സൈന്യത്തിന് എണ്ണം കുറച്ചത്, എന്തുകൊണ്ടാണ് അവിടെ കാര്യമായ സുരക്ഷാ സംവിധാനം ഈ സമയം അത്രയും ഉണ്ടാവാതെ പോകുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ കൊല്ലപ്പെട്ട നർവാളിന്റെ സഹോദരിക്ക് 1.5 മണിക്കൂറോളം തന്റെ സഹോദരന് ജീവനുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് എത്താൻ വൈകി എന്ന് പറയേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കക്ഷി രാഷ്ട്രീയ വാക്പോരിനപ്പുറം വളരെ വിശാലമായ വിശദമായ ചർച്ച ഉണ്ടാവണം രാജീവ് പി നായർ. അതേസമയം തന്നെ മറു സൈഡിൽ സൈനികമായ നിയന്ത്രണപരമായ അങ്ങേയറ്റ പാകിസ്ഥാൻ ഒരു കാലവും മറക്കാത്ത തിരിച്ചടി കൊടുക്കുമ്പോൾ തന്നെ രാജീവ് പി നായർ. ആഷ്മി, അതിനു മുമ്പായിട്ട് ഞാൻ 24നോടും എൻ്റെ ശ്രീ TP ജയചന്ദ്രൻ ഒഴിച്ചുള്ള മറ്റ് സഹപാനലിസ്റ്റുകളോടും പ്രേക്ഷകരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. കാരണം വൈകാരികമായ വിഷയമായതുകൊണ്ടാണ്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവരുടെ ചോര വീഴുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിട്ട് തങ്ങളുടെ സുരക്ഷാ സേനയിൽ നിന്ന് സിഖ് വിഭാഗത്തിൽപ്പെട്ടവരെ മാറ്റണം എന്ന് റിപ്പോർട്ടുണ്ടായിട്ട് പോലും ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തോട് ഞാൻ കാണിക്കുന്ന വിശ്വാസവഞ്ചനയായിരിക്കും അതെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി താൻ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ആ നടപടി ഏറ്റെടുത്ത് മുന്നോട്ട് പോയി രക്തസാക്ഷിത്വം കൈവരിച്ചവരാണ് ഇന്ദിരാഗാന്ധി. അവരുടെ ചോരയുടെ ബലത്തിലാണ് ഖാലിസ്ഥാൻ വാദം ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ടത്. അതുപോലെ തന്നെയാണ് ശ്രീലങ്കയിൽ ആ കാലഘട്ടത്തിൽ അന്ന് LTTയുടെ നിയന്ത്രണത്തിലേക്ക് ആ രാജ്യം പോയിരുന്നെങ്കിൽ ഇന്ന് ഉള്ളതിനേക്കാൾ വലിയ സ്വാധീനത്തിൽ ചൈന ആ പ്രദേശത്ത് ഇന്ത്യക്ക് വലിയ ഭീഷണിയായി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ചൈനയുടെ ഭീഷണി തടയാൻ വേണ്ടി ഈ രാജീവ് ഗാന്ധി ദീർഘവീക്ഷണത്തോടു കൂടിയ നടത്തിയ ഇടപെടൽ അതിന് ബലി കൊടുക്കേണ്ടി വന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അവരെ കൊലയ്ക്ക് കൊടുത്തതാണെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തോടും ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ രക്തസാക്ഷിത്വത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്. പക്ഷേ അതെൻ്റെ സ്വതസിദ്ധമായ ശൈലിയല്ല. അത് ആ ഘട്ടത്തിൽ എനിക്ക് പറയേണ്ടി വന്നതാണ്. അത് തെറ്റായി പോയി എന്നല്ല, പക്ഷേ അങ്ങനെ പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടതായിരുന്നു. അത് പറഞ്ഞതിലുള്ള ക്ഷമയും ഞാൻ ചോദിക്കണം. 2, അങ്ങ് പറയുന്ന കാര്യം ഉൾപ്പെടെ ഇവിടെ വീഴ്ചകൾ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, 2019 നടന്ന പുൽവാമ ആക്രമണത്തിൽ ഒരു സ്കോർപിയോ വാഹനം 300 കിലോ RDXുമായി ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ എങ്ങനെ ഒരാഴ്ച കറങ്ങി നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച ചോദ്യത്തിനും ഹാഷ്മിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? 11ഓളം ഇന്ത്യയുടെ ഇന്റലിജൻസ് ഇൻപുട്ടുകൾ റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു എന്നുള്ളതിന് ഹാഷ്മിക്ക് ഇതുവരെ ഉത്തരവ് കിട്ടിയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ആണെന്ന് തോന്നുന്നു നടന്ന പാർലമെന്റ് ആക്രമണത്തിൽ BJPയുടെ MP കത്ത് മേടിച്ച് അക്രമികൾ ആ പാർലമെന്റിനകത്ത് പ്രവേശിച്ചതിൽ എന്ത് നടപടി ഉണ്ടായി എന്ന് ഹാഷ്മിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഉറിയും പത്താൻകോടും ഉണ്ടായ ആക്രമണത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് ഹാഷ്മിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഈ ചോദ്യം ഉയരുമ്പോഴും ആ ചോദ്യത്തിനെല്ലാം മറുപടി ഏതോ വലിയ ചരിത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ചരിത്രം പറയാണെങ്കിൽ നമുക്കും ഒട്ടേറെ ചരിത്രം പറയാനുണ്ട്. രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് പറയാനുണ്ട്. മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ പോലെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ അല്ലാതെയോ ഒരു പട്ടിയുടെ ജീവൻ പോലും BJPയുടെ നേതാക്കന്മാർ നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്തപ്പോൾ രക്തസാക്ഷിത്വത്തെ അവഹേളിക്കാൻ ഇവർക്ക് സാധിക്കും. പക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രം മറന്നു പോകരുത്. ഇവിടെ ചോദ്യം എന്താ? ഇവിടെ ചോദ്യം 40ഓളം മിനിറ്റ് അവിടെ നിന്നിട്ട് ഈ ഭീകരവാദികൾ അവർ സിവിൽ ഡ്രസ്സിലാണ് തോക്കുമായി വന്നത്. അവിടെ വെടിയുദ്ധത്തിട്ട് തിരിച്ചൊരു വെടിവെക്കാൻ ഒരു സൈനികൻ അവിടെ ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? ചോദ്യമല്ലേ? ഇത്രമാത്രം തന്ത്രപ്രധാനമായ മേഖലയിൽ തിരിച്ചൊരു വെടിവെക്കാൻ ഒരു സൈന്യം അവിടെ ഉണ്ടായില്ലല്ലോ. എങ്ങനെയാണ് അവിടെ ഇത്രമാത്രം ആൾക്കാർ കൂടുമ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഇവർ പറയുന്നു ഞങ്ങളെ അറിയിച്ചില്ല. അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ അറിയാതിരിക്കാനുള്ളതാണോ സൈന്യം? ഈ സൈന്യത്തിന് ഇന്റലിജൻസ് ഇൻപുട്ട് ഇല്ലേ? അവിടെ ആൾക്കാർ വരുന്നതിനെ സംബന്ധിച്ച് ഇന്റലിജൻസ് ഇൻപുട്ട് ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് വന്ന് ആക്രമണം നടത്തി ഇത്രയും ദിവസം ഒളിവിൽ കഴിയുന്ന അത്രയും സാഹചര്യമുള്ള പ്ലാനിങ് ഇവർ നടത്തിയല്ലോ. എവിടെ പോയി നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ? നമ്മൾ ഓരോ ആക്രമണം നടത്തുമ്പോഴും നമ്മൾ കൂടിയിരുന്ന് പാകിസ്ഥാന് എതിരെയുള്ള ആക്രമണത്തെ സംബന്ധിച്ച് പാകിസ്ഥാനെതിരെ ഇവർ നടത്താൻ പോകുന്നു പറയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച നടത്തി പിരിഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാ വർഷവും നമ്മൾ വന്ന് നമ്മുടെ മനുഷ്യർ കൊല്ലപ്പെടുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ? UPAയുടെ സമയത്തുള്ളതിനേക്കാൾ എത്രയോ ഭീകരമായ അവസ്ഥ, എത്രയോ നമ്പറുകൾ, എത്രയോ കൂടിയ ടെററിസ്റ്റ് അറ്റാക്കുകളാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള വലിയ വലിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് കിട്ടിയേ മതിയാവുകയുള്ളൂ. അതൊരു പക്ഷേ കേവലം രാഷ്ട്രീയ വാക്പോരായി പോകാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞുകൂടാന്ന് അർത്ഥമൊന്നുമില്ല കേട്ടോ. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൂടാന്നൊന്നുമില്ല. രാഷ്ട്രീയം പറയാം.